നമസ്കാരം. ജമ്മു കാശ്മീരിലെ കട്രയിലാണ് ഉള്ളത്. കട്രയിൽ നിന്നും ഞങ്ങൾ ഇന്ന് ന്യൂഡൽഹി വരെ പോവുകയാണ്. ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രിക്ക് 11:10 ശ്രീശക്തി AC എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോ നേരത്തെ തന്നെ എന്താ പറയാ ഇരുട്ട് വന്നു തുടങ്ങും. അപ്പം നമ്മള് ട്രെയിൻ പുറപ്പെടാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ആ വലിയൊരു ഇരുട്ട് വരുന്നതിന് മുന്നേ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നേരം. അത് മാത്രല്ല നല്ല തണുപ്പും. തണുപ്പ് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം തണുപ്പ് വന്നാൽ പിന്നെ അധികം നേരം നമുക്ക് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റൂല. നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ നിലവില് ട്രെയിനിന്റെ ചാർട്ട് ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല. അതായത് നമുക്ക് സീറ്റ് ഏതാണെന്നും ഒന്നും കൺഫേം ആയിട്ടില്ല. ഞങ്ങളിപ്പോ നിലവിൽ സീറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ കറന്റ് സ്റ്റാറ്റസ് നിൽക്കുന്നത് RAC 56, 57 ആണ്. അത് മിക്കവാറും സീറ്റുകൾ കിട്ടുമോ, അല്ലെങ്കിൽ 2 ബെർത്തുകൾ കിട്ടുമോ, അല്ലെങ്കിൽ RAC തന്നെ അത് തുടർന്ന് പോകുന്നൊന്നും അറിയില്ല. നോക്കട്ടെ, ചാർട്ട് പ്രിപ്പയർഡ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ ഉടനെ ആവും. അപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണ് ഇവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടെ വരുന്നതിന് മുന്നെയാണ് നമ്മുടെ ടെമ്പിള്, നമ്മുടെ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ ഉള്ളത് ഈ ഒരു ഭാഗമാണ്. ആ ഒരു വഴി കണ്ട നിങ്ങൾ നടന്നു പോകുന്നത് എന്തായാലും എന്തൊരു ലുക്കല്ലേ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. നോക്കിയതാ ആ വഴികൾ ഇങ്ങനെ മേലെ കയറി അങ്ങ് അവിടത്തേക്ക് കണ്ട. ഈ വലിയൊരു മലേൻ്റെ വലിയൊരു ഭാഗമാണ് കേട്ടോ. ആ ഒരു ഭാഗത്തിൽ ഇവിടെയാണ് നമുക്ക് ക്ഷേത്രം വരുന്നത്. ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളി ലുക്കായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി നേരെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ 3 ഭാഷകളിൽ പേര് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങ് അവിടെ കാണുന്നില്ലേ, അതാണ് ഫുഡ് കോർട്ട്. നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഇതുവഴി നമുക്ക് നേരെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാം. അവിടെ ഒരു കോച്ച് ഉണ്ട്, ഒരു H1 കാണുന്നുണ്ട്. അത് മിക്കവാറും ഒരു റെസ്റ്റോറൻറ്റിൽ ആക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടല്ലേ. അതെ. അതുപോലെ തന്നെ ഇവിടെ തന്നെ അപ്പുറത്തിപ്പുറത്തായിട്ട് തന്നെ സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുവഴിയും പോവാം പുറത്തേക്ക്. ഈ ഒരു ഭാഗമുണ്ട്. പിന്നെ അങ്ങ് അവിടെയൊക്കെ കാണുന്നില്ല വലിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഭാഗത്തേക്കാണ് ടൗണൊക്കെ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം അല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് അകത്തോട്ട് കയറി വരാം. ഇതാണ് എൻട്രി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പല ഭാഷകൾ എഴുതിയിട്ടുണ്ട്. ഹിന്ദി ആയിട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തി, പിന്നെ തമിഴ് ഇപ്പൊ കണ്ട സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നിയത്. തമിഴുണ്ട്, പിന്നെ ബംഗാളിയാന്ന് തോന്നുന്നത്, പിന്നെ ഇംഗ്ലീഷ്. എനിക്കൊന്ന് തമിഴ്നാട്ടിലേക്ക് കുറെ പേര് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തമിഴ് എഴുതാൻ വേണ്ടി കാരണം. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന 3 ട്രെയിനുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള തന്നെയാണല്ലോ. അതെ, ഹിമസാഗർ ഉണ്ട്, നവയോഗ ഉണ്ട്, അതുപോലെ തന്നെ ആൻഡമാനും ഉണ്ട്. അതെ. ഇനിയിപ്പോൾ ഇതുവഴി അകത്തോട്ട് കയറാം. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് RFID കാർഡ് വേണം. അതായത് യാത്രാ പർച്ചി എന്ന് പറയും. അത് കിട്ടുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ ആധാറോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ പോയാൽ മതി. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്തരും. സ്റ്റേഷൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. ഈ ഒരു കയറി വരുന്ന ഈ ഒരു മെയിൻ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല ഇവിടെ. ഇപ്പോൾ നല്ല തിരക്കായിരിക്കും. നമുക്ക് ജസ്റ്റ് ആദ്യം പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. ഒരുപാട് ടൈമുണ്ടല്ലോ. ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതുവഴിയാണ് ഇറങ്ങി പോവേണ്ടത്. അടിപൊളിയല്ലേ. നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ പോവാം. തൽക്കാലം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഈ ഒരു ഭാഗത്ത് വഴി അങ്ങ് അതിലൂടെ നടന്നു പോവാം. ഞങ്ങളിപ്പം പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇവിടുന്ന് കട്രയിൽ നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന ഉത്തർ സമ്പർക്രാന്തി എക്സ്പ്രസ്. കുരങ്ങ് അവിടെ ഒന്നും ശരിയാവില്ല. അവിടെ കുരങ്ങുണ്ട്. ചിലപ്പോ മാന്തിയാലോ. ചിലപ്പോ നിന്റെ ഫോണില്ലേ, അത് എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇത് ജനറൽ ക്ലാസ് ആണ് കേട്ടാ. എനിക്കിപ്പോ നല്ല തിരക്കായി. അതുപോലെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു നെയിം ബോർഡില്ലേ, അതുള്ളത് ഇവിടെയാണ്. നിലവിലിപ്പോ റെയിൽ സർവീസ് ഇവിടം വരെയാണുള്ളത്. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ശ്രീനഗർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യാം. അതിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, സുഖകരമായിട്ട് ശ്രീനഗർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഈ കട്ര കഴിഞ്ഞാൽ ഒരു 69 കിലോമീറ്റർ കഴിഞ്ഞാൽ ചെനാബ് ബ്രിഡ്ജ് ഉണ്ട്. നല്ല അടിപൊളി വമ്പൻ ഒരു പാലാണ്. അതിൻ്റെയൊക്കെ പണി ഏകദേശം 90% പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞാൽ നേരെ റെയിൽപാത പോകുന്നത് നേരെ ബനിഹാളിലേക്കാണ്. അവിടുന്ന് ശ്രീനഗർ, ബാരാമുള്ള, അതായത് USBRL എന്നാണ് അതിനെ പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ജമ്മു താവി, അതായത് ഡൽഹിയിൽ നിന്ന് എവിടുന്നായാലും നാട്ടിൽ നിന്നായാലും നേരെ ശ്രീനഗർ വരെ ട്രെയിനിൽ പോവാം. ശ്രീമാതാ വൈഷ്ണോദേവി കട്ര. ഇവിടെ 4 ഭാഷകളിലായിട്ട് നെയിം ബോർഡിലുണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, പിന്നൊന്ന് ഹിന്ദി, പിന്നൊന്ന് കാശ്മീരി, മറ്റൊന്ന്
ദോഗ്രി. അതുപോലെ ഈ സ്റ്റേഷന്റെ കോഡ് വരുന്നത് SVDK എന്നാണ്. ഈ ഉത്തര സമ്പർക്രാന്തിന്റെ ജനറൽ ആൾക്കാർ കയറുന്ന കണ്ട. കട്ര റെയിൽവേ സ്റ്റേഷന്റെ വൃത്തി നിങ്ങൾ കണ്ട? എന്തൊരു കിടിലൻ റെയിൽവേ സ്റ്റേഷനാ ഇത്. നല്ല ലൈറ്റിങ്. ഇതൊക്കെ നോക്കിയ എന്താ വൃത്തി. എനിക്ക് എടുത്തു പറയാൻ ആ പെട്ടെന്നൊരു ഭംഗിയാണ് ഈ ലൈറ്റിങ് ആവാനും. നോക്കിയ അത് ഞങ്ങള് പല വീഡിയോയിലും കട്ടറയിൽ വന്ന പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു വേറെ ലെവൽ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ഒരു ശ്രീമാതാ വൈഷ്ണോദേവി കട്ര. അതിൻ്റെ സ്ഥാനം ഒന്നാമത് തന്നെയാണ്. കാരണം അതങ്ങനെയൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് കാശ്മീരിലാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് ഒരു നല്ല റെയിൽവേ സ്റ്റേഷനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നാൽ ഇവിടുത്തെ ആ ഒരു വൃത്തി, പിന്നെ അതുപോലെ തന്നെ നമുക്കെന്താ പറയാ, അവിടുത്തെ സ്റ്റേ, ഇവിടെ നല്ല സ്റ്റേ ഉണ്ട്, റിട്ടയർ റൂം സൗകര്യങ്ങളുണ്ട്, നമ്മൾ ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം, നല്ല ഫുഡ്, എന്താ പറയുക, ഫുഡ് കോർട്ടുണ്ട് ഇവിടെ. എല്ലാം കൊണ്ടും അന്തരീക്ഷം എല്ലാം നല്ലൊരു ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു വൈബ് വേറെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും യാത്രക്കാർക്ക് കൂടുതലായിട്ട് വേണ്ടതും അതൊക്കെ തന്നെയാണല്ലോ. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന ആ വഴി നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ വളഞ്ഞ് 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 ആ ഏറ്റവും മേലെ ഭാഗത്തേക്ക് എത്താൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് 15 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഭവൻ എന്നാണ് ആ ക്ഷേത്രമുള്ള ആ ഒരു ഭാഗത്തിനെ പറയുന്നത് കേട്ടോ. പകല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ രാത്രിയും പകല് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. രാത്രി ആകുമ്പോൾ ആ ലൈറ്റുകളും ആ ഒരു വിളക്കൊക്കെ കാണുമ്പോൾ നമുക്ക് നടന്നു പോകുന്ന പാത ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതെ അതെ, ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നോക്കിയാൽ നല്ല രീതിയിൽ അതൊക്കെ എടുത്ത് കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തെത്തി. ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. കുറച്ച് നടന്നിട്ട് ഇതുവഴി തന്നെ കയറിയിട്ട് നേരെ മേലേക്ക് തന്നെ പോവാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ തിരക്കൊന്നുമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഇവിടത്തേക്ക് തീർത്ഥാടകർ മാത്രമേ വരുന്നുള്ളൂ. കട്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇനി ശ്രീനഗർ ലൈൻ ഓപ്പൺ ചെയ്താൽ ഇതിലൂടെ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകും. അപ്പോൾ ഇതൊരു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനായി മാറും. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ടിലോട്ടാണ്. രാത്രി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ബാ, നമുക്ക് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവാം. ഫുഡ് കോർട്ടൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാൻ. ഇത് കയറിയിട്ട് പോയിട്ട് ഈ മുന്നിൽ കാണുന്ന ഇവിടെ തന്നെയാണ് ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിൽ കയറി ഭക്ഷണവും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഇതാണ് ഫുഡ് കോർട്ട് ഇവിടുത്തെ. ഇതുണ്ടോ, നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. എന്താ കളർഫുൾ അല്ലേ നവി? അത്യാവശ്യം ആൾക്കാരൊക്കെ കയറുന്നത് ഈ ഒരു ഫുഡ് കോർട്ട് തന്നെയാണ്. കാരണം റെയിൽവേ സ്റ്റേഷനെ പ്രധാനപ്പെട്ട ഫുഡ് കോർട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഫുഡ് വേണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകണം. ഞങ്ങൾ കട്ടറയിൽ വന്നിട്ട് കഴിച്ചത് ഇവിടുന്ന് മാത്രമല്ല, ഇതിന്റെ പുറത്തുനിന്ന് ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അതെ അതെ അതെ, ഞങ്ങൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസ് ആണ്, വെജ് ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഇവിടെ വെജ് മാത്രമേ കിട്ടുള്ളൂ. അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞാണ്ട് കട്ടറയിൽ വെജ് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ 3 തന്തൂരി റൊട്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് 3 ഉണ്ട്. ഇതിലുണ്ട്. ഇത് കഴിച്ചതിന് ശേഷം കഴിക്കാമല്ലേ? ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിച്ചത് ഇതേ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിയത്. അതെ അതെ അതെ. മനു പറഞ്ഞ ഒരു റൊട്ടിയും കൂടെ അഡീഷണൽ ആയിട്ട് റൊട്ടിയും കൂടെ വേണം. റൊട്ടിക്ക് കറിയൊന്നും വാങ്ങിയില്ല, വെറുതെ കഴിക്കാൻ വേണ്ടി അങ്ങനെ വാങ്ങിയതാ. അതെ അതെ. ഇതും കൂടെ കഴിച്ച ശേഷം നമുക്ക് നേരെ ഡയറക്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഇറങ്ങാം. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വെയിറ്റിംഗ് റൂമിലേക്കാണ്. ഇപ്പം സമയം 9 മണി കഴിഞ്ഞ്. ഞങ്ങളൊരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം ഞങ്ങൾക്ക് 2 ബെർത്തുകൾ കിട്ടി B1. എന്തോ ഭാഗ്യം RICന്ന് മാറിയല്ലോ. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കാം. 2 സൈഡിൽ ഓവറാണ് കിട്ടിയത്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ, അതന്നെ കിട്ടിയ ഭാഗ്യല്ലേ. അപ്പോൾ ഇതാ ശ്രീശക്തി AC എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 23:10, അതായത് 11:10 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ നേരെ 5-ലോട്ട് തന്നെ പോവാം. കട്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ഉണ്ട്, നൈറ്റ് വ്യൂ ആണ് ഇത്. എന്ത് രസമാണ് കാണാൻ. ഞങ്ങൾക്ക് പോകേണ്ടത് ഈ ഒരു വഴിയാണ്. ഈ സമയത്ത് ആളൊന്നും ഇല്ല, കാരണം ഞങ്ങളെ വണ്ടിക്ക് കയറേണ്ട ആൾക്കാർ ഇപ്പോഴൊന്നും കയറും ആരും അവിടെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ 4 മണിക്ക് എത്തണ്ട, അതായത് നമ്മുടെ ഇൻഡോറിലത്തെ അംബേദ്കർ നഗറിന്ന് കട്രയിലേക്ക് വരുന്ന മാൽവ എക്സ്പ്രസ് എത്രയോ മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ തിരക്കിന് ഇപ്പൊ അവിടെ ഉണ്ടാവും എന്തായാലും. ഇനിയിപ്പോ നമുക്ക് ഇതുവഴി ഇറങ്ങി പോവാം. നല്ല കിട്ടെല്ലാം വഴിയാണ് കേട്ടാ. ഇപ്പൊ ആൾക്കാരൊക്കെ നടന്നു വരും ഇപ്പൊ തന്നെ. ഞങ്ങൾ അവിടുന്നാ വന്നത്. അവിടുന്ന് ഈ ഒരു വഴി ഇറങ്ങി വന്ന് ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ 1-ലൊന്നും വണ്ടിയൊന്നും ഇല്ല, അതുപോലെ തന്നെ 2-ലും ഇല്ല. കാരണം അധികം വണ്ടികൾ 3-ഉം 4-ഉം 5-ലും മെയിൻ വണ്ടികളൊക്കെ വരിക. ഇതാണ് 1-ാം നമ്പർ ഈ കാണുന്നത്, അത് 2. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ വഴി നേരെ നടന്നിട്ട് 5-ലോട്ട് പോവാം.
ശ്രീ ശക്തി AC എക്സ്പ്രസ്, ശ്രീ മാതാ വൈഷ്ണോദേവി കട്ര ടു ന്യൂ ഡൽഹി. ഇവിടെ തന്നെ നെയിം ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ അംബേദ്കർ നഗറിന്ന് വന്ന കട്രയിലേക്ക് വന്ന മാൽവ എക്സ്പ്രസ് അതിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വണ്ടിക്കില്ലേ ഫസ്റ്റ് AC ഒരെണ്ണല്ല, 2 ഫസ്റ്റ് AC ഉണ്ട്. H1 ഉണ്ട്, അതുപോലെ തന്നെ H2 ഉണ്ട്. ഇത് H1, ഈ മുന്നിൽ കാണുന്നത് H2. എന്താ അല്ലേ, 2 ഫസ്റ്റ് AC ഉള്ള ട്രെയിനാണ് നമ്മുടെ ശ്രീ ശക്തി എക്സ്പ്രസ്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഉള്ളത് സെക്കൻഡ് AC ആണ്. ഇത് A1, അതായത് സെക്കൻഡ് AC. സെക്കൻഡ് AC ഈ ഒരു ട്രെയിനിൽ 5 എണ്ണം ഉണ്ട്. പിന്നെ ഫുൾ AC വണ്ടി ആകുമ്പോൾ പിന്നെ ഇത്രയും കോച്ചുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് AC ആയാലും സെക്കൻഡ് AC ആയാലും. പക്ഷേ ഫസ്റ്റ് AC H1 H2 എല്ലാം ഉള്ള, അതായത് 2 ഫസ്റ്റ് AC ഒക്കെ ഉള്ള ട്രെയിനുകൾ റെയറാണ്. അധികമൊന്നും ട്രെയിൻ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. അതുപോലെ തന്നെ ഇതിൽ തേർഡ് AC പറഞ്ഞാല് 12 ഉണ്ട്, B12 വരെ ഉണ്ട്. അതിൽ നമ്മൾക്ക് കിട്ടിയത് B1. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ നമ്മളെ ട്രെയിനിൽ കയറുന്ന ആൾക്കാർ നല്ല ഇത്, കാരണം ഇത് ഈ മാൽവ എക്സ്പ്രസിന് വന്ന് ഇറങ്ങിയവരാണ്. 21:11 ആയതേ ഉള്ളൂ, അതായത് 9:11 ആയതേ ഉള്ളൂ. നമുക്ക് ഇനിയും സമയമുണ്ട്. എത്ര ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഇനിയും ഉണ്ട്. എത്ര ശ്രീ മാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ശ്രീ ശക്തി എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 2014 ജൂലൈ 14 നിലവിൽ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നോർത്തേൺ റെയിൽവേ ആണ്. അതുപോലെ 2014 ഉദംപൂരിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിലേക്കുള്ള ആ റെയിൽവേ ലൈൻ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഈ കട്രയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി ഈ ട്രെയിനിന് ശ്രീശക്തി എന്നൊരു പേര് നൽകുകയും ചെയ്തു. നമ്മളിന്ന് പോകുന്ന ഈ ഒരു ട്രെയിനിൽ പാൻട്രി കാറുണ്ട്. ഇത് കണ്ട, ഈ ഒരു ട്രെയിൻ റേറ്റ് ഷെയറിംഗ് ഒന്നുമില്ല, എന്നാലും ഈ ഒരു പാൻട്രി കാറുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ. അല്ല, ഈ ഒരൊറ്റ രാത്രി പോകുന്ന ട്രെയിനിൽ ഇങ്ങനെ എന്താ പറയാ, പാൻട്രി കാർ ഉള്ളത് റെയർ ആണല്ലോ. അതായത് റേറ്റ് ഷെയറിംഗ് ഉണ്ടെങ്കിൽ പിന്നെയും പറയാ ഇത് വേറെ റൂട്ടിലോട്ട് പോകുന്ന വണ്ടിയല്ല എന്നാണ് കൊടുക്കാൻ. ഇതങ്ങനെ റേറ്റ് ഷെയറിംഗ് ഒന്നുമില്ല ഈ ഒരു വണ്ടി. എനിക്കൊന്ന് രാവിലെ എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. കട്രയിന്ന് ന്യൂഡൽഹി വരെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ശ്രീശക്തി AC എക്സ്പ്രസ്സിലത്തെ കോച്ച് B1 തേർഡ് ACയിൽ ഇതാണ്. പക്ഷേ ഇത് തുറന്നിട്ടൊന്നുമില്ല. അതുപോലെ ഈ ഒരു കോച്ച് ഉണ്ടാക്കിയ വർഷമൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ഈ കോച്ച് ഉണ്ടാക്കിയത് 2022 ഈ ആദ്യത്തെ 2 ഡിജിറ്റൽ നമ്പർ ഉണ്ട്, അതാണ് കോച്ച് ഉണ്ടാക്കിയ വർഷം. അതിനുശേഷം കാണുന്നതൊക്കെ ഇതിൻ്റെ ഓരോരോ നമ്പർ. ഞങ്ങൾ 2 പേര് ഇപ്പോൾ അതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന് തുറന്നതിന് ശേഷം മെല്ലെ കയറാമല്ലോ. ഇപ്പോൾ 9:21 ആയതിൽ പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം അവർ അറ്റൻഡേഴ്സ് എല്ലാം അതിൻ്റെ അകത്തുനിന്ന് ഇതൊക്കെ എടുത്തു വെക്കുക. ഇല്ല, ഇപ്പോഴും ആരും വരാനും തുടങ്ങിയില്ല. അതല്ലേ ഇവിടെ മൊത്തത്തിൽ കാലിയായി. ഇപ്പോൾ ആൾക്കാരൊക്കെ വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നമ്മൾ ട്രെയിൻ നമ്പർ ഒന്നും പറഞ്ഞില്ലല്ലോ. ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ശ്രീശക്തി AC എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 22,462. അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ. ഇനിയിപ്പം മെല്ലെ ഡോറൊക്കെ തുറന്ന് കയറാം. നമുക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയിരിക്കാം, അവിടെ ഇരിക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതാ കുരങ്ങുകൾ 2 ഉണ്ട് ഇവിടെ. ഇതാ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് ശരിയല്ല. അവര് 2 പേരും അതിൻ്റെ അടിയിലോട്ട് പോവുക. അത് ഈ വേസ്റ്റ് എടുക്കാനാ വരുന്നത്. അത് പറ, ഈ വേസ്റ്റ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ കുരങ്ങത്ര ഇവിടെ വന്നിട്ട് ഇതാണ്ട് അതിന് എന്തൊക്കെയോ എടുത്ത് നിന്നാ. എന്താ അതിൻ്റെ അവിടെ നിന്ന് മൊത്തം സെർച്ച് ചെയ്യാ പുള്ളി. അതിപ്പോ മാൽവ എക്സ്പ്രസ് വന്നിട്ട് അതിൽ നിന്ന് എല്ലാ വേസ്റ്റുകളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തിന്നാൻ കിട്ടുമോ നോക്കിയാണ്. ഇതാ നമ്മൾ ഈ ഒരു B1 കോച്ചൊക്കെ തുറന്നു. എന്നാ പിന്നെ നേരെ അകത്തോട്ട് കയറാം. നമ്മുടെ ബർത്തൊക്കെ ഉള്ള ഒരു ഭാഗത്തോട്ട് പോകാം. ഇതൊക്കെ പൊട്ടിയിട്ടാണല്ലോ അല്ലേ. യെസ്, നമ്മുടെ ബർത്ത് ഉള്ളത് ഇവിടെയൊന്നും അല്ല. നമ്മൾ ബർത്ത് ഉള്ളത് 31ഉം 39ഉം. ഈ ഒരു സൈഡ് ലവറും ഈ ഒരു സൈഡ് ലവറും 2 സൈഡ് അടുത്തടുത്ത് തന്നെ. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരച്ച് കുറച്ച് അങ്ങാന്ന്. ഇനി ഈ ഒരു കോച്ചിലെ പ്രത്യേകതകൾ നമുക്കൊന്ന് പറയാം. ഇവിടെയൊക്കെ നല്ല അടിപൊളി കോച്ചിന് അതാ അവിടെ ഒരു കുപ്പിയുണ്ട്. ആരോ നേരത്തെ കഴിഞ്ഞ യാത്രയിൽ കൊണ്ടിട്ടതായിരിക്കാം, അതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അവിടെ ഈ ഒരു ഭാഗത്തെല്ലാം ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സൈഡ് ലവറിൻ്റെ ഇവിടെ വന്നാലിതാ അവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്.
എൻ്റെത് ഇവിടെ, നവീൻ്റെ അവിടെ. ഞങ്ങൾ ഈ ഒരു ശ്രീശക്തി AC എക്സ്പ്രസ്സിൽ 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് എടുത്തത്. വെയിറ്റ് ലിസ്റ്റ് ഒരു 25-26 ഒക്കെ ഉണ്ടാകുമ്പോൾ എടുത്തു. പിന്നെ അത് RAC പിന്നെ അത് അനങ്ങിയിട്ടേ ഇല്ല. RAC 90 ചില്ലറയിലാണ് ഉണ്ടായത്. നമ്മളെന്താ പറയാ, നമ്മള് ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നതിന് ആ സമയം വരെ 56, 57, 58 ആ ഒരു റേഞ്ചിൽ തന്നെ അങ്ങനെ ഉണ്ടായത്. പിന്നെന്താ പറയാ, ഒരു 87 ഉണ്ടാകുന്ന സമയത്ത് അത് അനങ്ങിയതേ ഇല്ല. ഞങ്ങൾ തത്കാലം ശ്രമിച്ചാലൊന്നും കരുതുണ്ടായി. പിന്നെ വിചാരിച്ചു വേണ്ട, RAC അതിലെങ്കിലും പോകാൻ കരുതി. കാരണം കാശ്മീരിലെ യാത്രന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഈ തത്കാലം എടുക്കലൊന്നും നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയാ, കൺഫേം അങ്ങനെ സീറ്റ് കിട്ടുന്ന വെച്ച് എടുത്തെന്തോ ഭാഗ്യം കൊണ്ട് 2 സീറ്റ് തന്നെ കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിൽ നിന്ന് ന്യൂഡൽഹി വരെ ശ്രീശക്തി എക്സ്പ്രസിലെ 3rd AC ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് വന്ന 1040 രൂപയാണ്. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WP7. ഇത് ഏത് ലോക്കോമോട്ടീവ് ഷെഡിന്റെ നോക്കട്ടെ. ഗാസിയാബാദ് ലോക്കോമോട്ടീവ് ഷെഡിന്റെയാണ് ലോക്കോമോട്ടീവ് വരുന്നത്. ന്യൂഡൽഹി വരെ തന്നെയാണ്. വണ്ടി പുറപ്പെടാൻ ഇനിയും ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. ഈ ഒരു കട്ടറിൽ നിന്ന് ഇപ്പം ശ്രീനഗർ വരെ ലൈൻ വരുമല്ലോ. ഓൾറെഡി ഒരു വന്ദേ ഭാരത് ഓൾറെഡി അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ ഈ കട്ടറയിൽ വരെ ഇപ്പോൾ ഉള്ള ട്രെയിനുകൾക്ക് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഊഹം വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ശ്രീശക്തി എക്സ്പ്രസ് ഇല്ലേ, ഇതാണ് കൂടുതലായിട്ട് നീട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നത്. ഇത് വേറെ റെയിൽവേ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഇത് കണക്ക് വെച്ചിട്ട്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇത് രാവിലെ 5:30 സമയത്താണ് ഇവിടെ ന്യൂഡൽഹിയിൽ നിന്ന് 7 മണിക്ക് പുറപ്പെട്ട് രാവിലെ 5:30ക്കാണ് ഇവിടെ കട്ടറിൽ എത്തുന്നത്. തിരിച്ചു പോകുന്നത് 11:10. അതായത് 17 മണിക്കൂറോളം കട്ടറിയിൽ ഈ വണ്ടി ഇങ്ങനെ കിടക്കുക. എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂറൊന്നും മതിയാവൂല ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോയിട്ട് വരാൻ വേണ്ടിട്ട്. അതായത് രാവിലെ അവിടെ ഒരു ശ്രീനഗർ ഈ വണ്ടി 10 മണിക്ക് എത്തിയാലേ അവിടെ നിന്ന് തിരിച്ചിട്ട് ഒരു 4 മണി 5 മണിക്ക് പുറപ്പെട്ട ഇവിടെ ഈ സമയത്ത് തന്നെ എത്തുമല്ലേ ഇത്. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ മിക്കവാറും ശ്രീശക്തിക്ക് മിക്കവായ ഒരു പങ്കുണ്ട്. പിന്നെ ഉത്തർസമ്പർക്ക് ക്രാന്തി അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നീട്ടണമെന്നില്ല കേട്ടോ, അതിൽ 1-2 ട്രെയിൻ എന്തായാലും നീട്ടും. പിന്നെ ഹിമസാഗർ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ ഹിമസാഗർ നീട്ടുമെന്നും അറിയുന്നില്ല. പിന്നെ അതിന്റെ ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഓടി എത്തുമെന്നും അറിയുന്നില്ലല്ലോ. അത് ലോങ് ഓടുന്ന വണ്ടി വിടുകയാണല്ലോ. എന്തായാലും നമുക്ക് നോക്കി കാണാമല്ലോ. അതെ. ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറയിന്ന് 11:10 എടുക്കേണ്ട വണ്ടി 11:22 എടുത്തത്. അതായത് ഒരു 12 മിനിറ്റ് ലേറ്റ് ആയിട്ട്. അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പുറപ്പെട്ട വന്ദേ ഭാരത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വണ്ടി ഇത്ര ഡിലേ ആയത്. അതിപ്പോൾ വന്ന അവിടെ, കാരണം ഇത് സിംഗിൾ ട്രാക്കാണ്. ഒരു വണ്ടി വന്നാൽ മാത്രമേ ഇവിടുന്ന് ഇനിയിപ്പോൾ അത് സിഗ്നലുള്ളൂ. അത് ഏത് വണ്ടിയായാലും അങ്ങനെ തന്നെയാണ്. വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോണ്ടല്ലോ തണുപ്പടിച്ച് വരിക. അധികം നേരം ഈ രാത്രിക്ക് ഈ ഡോറിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കട്ടറയിന്ന് ഈ ഒരു ടൈമിലൊന്നും ഇനി വണ്ടിയില്ല. ഇനി നാളെ രാവിലെ ഈ ഒരു വന്ദേ ഭാരത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വണ്ടികൾ ഓരോന്നായിട്ടുള്ളൂ. രാത്രിക്ക് ഇനി വേറെ വണ്ടിയൊന്നുമില്ല. ലാസ്റ്റ് വണ്ടിയാണിത്. ഇപ്പൊ ഈ ഒരു വന്ദേ ഭാരത് അല്ലേ, ഇതൊരു പുതിയ വന്ദേ ഭാരതാണ് കേട്ടോ. മുന്നേ ഉണ്ടായത് രാവിലെ ഡൽഹിയിൽ നിന്ന് വിട്ട് വൈകുന്നേരം ഇവിടെ എത്തി തിരിച്ചു പോകുന്നതല്ലേ. ഇപ്പൊ ഇവിടുന്ന് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രീമാതാ വൈഷ്ണോദേവി ടെമ്പിളിനോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങളിത് കട്ടറിൽ നിന്ന് മടങ്ങുകയാണ്. അതുപോലെ ഈ ട്രെയിന് കട്ടറിൽ നിന്ന് ന്യൂഡൽഹി എത്തുന്നവരെ 6 സ്റ്റോപ്പുകളാണുള്ളത്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഉധംപൂർ, പിന്നെ ജമ്മുതാവി, പത്താൻകോട്ട്, ജലന്ധർ, ലുധിയാന, അംബാല. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ്. ഇവിടെ ഇതാ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറ എന്നുള്ള ഒരു നെയിം ബോർഡ്. മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ, അതായത് ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് റീനെയിം ചെയ്തത്. സമയം ഇപ്പോൾ 11:50. ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊന്നും ഇറങ്ങിയില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ഈ ഒരു കോച്ചിൽ കയറാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അധികം നേരം വണ്ടി നിർത്തില്ലല്ലോ. കാരണം അവർ കയറേണ്ട ആ ടൈമും ഒരുപാട് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. ആർമിക്കാരൊക്കെ ആയിരുന്നു ഈ ഒരു കോച്ചിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവർ കയറാൻ വേണ്ടി ഒരുപാട് ടൈം എടുത്ത സ്ഥിതിക്ക് പുറത്തിറങ്ങി ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക,
ഞാനിപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് കയറി. കാരണം അവിടെ നിന്നും പോയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും കഴിയില്ല. കാരണം സമയം നിങ്ങൾക്ക് അറിയുന്ന പോലെ 11:50 കഴിഞ്ഞു. കാരണം മറ്റൊരു പാസഞ്ചറിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി അങ്ങോട്ടും അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് രാത്രിക്ക് ഇനി കടന്നുറങ്ങാം. നാളെ രാവിലെ ഏകദേശം ഒരു അമ്പാല ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അറിയാം. ഇനിയിപ്പോൾ വണ്ടി ജമ്മുതാവൊക്കെ വഴിയാണ് പോകുന്നത്. അപ്പം ഇന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:20 കഴിഞ്ഞു. അംബാല കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തി. അംബാല വരുന്നത് ഹരിയാന സ്റ്റേറ്റിലാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നതും ന്യൂഡൽഹി തന്നെയാണ്. 200 കിലോമീറ്റർ പോകാനുണ്ട്. നമ്മുടെ ഇവിടെ എന്താ പറയാ ഉറങ്ങി എണീക്കാൻ കുറച്ച് ലേറ്റ്. അത് വേറൊന്നും കൊണ്ടല്ല, ഉദംപൂര് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ 12:45 കണ്ടായി. അതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കയറുന്നു, ഒച്ചപ്പാടും ബഹളൊക്കെ കൊണ്ട് നമ്മുടെ അംബാല റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്താ പറയാ ഉറങ്ങി എണീക്കാൻ പറ്റിയത് തന്നെ. അതെ അതെ അതെ. ഇവിടുന്ന് ഇപ്പൊ വണ്ടി എടുത്ത് ഇനിയിപ്പൊ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ന്യൂഡൽഹിയാണ്. 200 കിലോമീറ്റർ നോൺ സ്റ്റോപ്പാണ്. വേറെ എവിടെയും സ്റ്റോപ്പില്ല. പാനിപ്പത്തായാലും എവിടെയും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. വണ്ടി ആകെ ഒരു 15 മിനിറ്റ് മാത്രമാണ് ഇപ്പൊ എന്താ പറയാ ലേറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ സമയം 7:27 ആയി. എന്താ ഇൻഡോർ ചണ്ഡീഗഡ് എക്സ്പ്രസ് ആണ് ഇതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ഒരു വണ്ടി. It is expected to arrive on 8:08. Its convenience cost is ഡൽഹി അമ്പന്തോര വന്ദേ ഭാരത് ഇപ്പോൾ ഇവിടെ വരാനുണ്ട്. അതായത് ഞങ്ങൾ അതിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും. അത് ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്ന വന്ദേ ഭാരത. മൊത്തം കോടയാണ്, ഒന്നും വിസിബിൾ അല്ല. കണ്ടാ ഇതാ കത്തിച്ചിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടാ. പിന്നെ ഈ ഒരു ഫോഗ് ടൈമിൽ ഈ റൂട്ടിലത്തെ വണ്ടിയെല്ലാം ഡിലേ ആവും. കാരണം ഇത് തന്നെയാണ് റീസൺ. അമ്പന്തോര വന്ദേ ഭാരത് 10 മിനിറ്റോളം ഡിലേ ആവുന്നതാണ് അവിടെ അനൗൺസ്മെന്റ് ഉണ്ടായത്. ഇതിലൂടെ ഒരു വണ്ടി വരുന്നുണ്ട്. അത് വന്ദേ ഭാരത് ആണോ? ഇത് വന്ദേ ഭാരത് അല്ല എന്നാ തോന്നുന്നത്. ഇത് വേറെ ഏതോ വണ്ടി. വന്ദേ ഭാരത് വരാൻ 79 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് വേറെ ഏതൊരു വണ്ടി. നല്ല രസാ വണ്ടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഫോഗ് കാരണം ഈ സിഗ്നലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അത് കാരണം പല റെയിൽവേ സ്റ്റേഷനിലും വണ്ടി നിർത്തിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ വാങ്ങിക്കണം. കാരണം നല്ല തണുപ്പല്ലേ, ചൂടോടൊരു ചായ. അത് നിർബന്ധമാണല്ലേ നവി? ചായ വേണം എന്തായാലും. ഒന്നാമത് പുറത്ത് ഭയങ്കര തണുപ്പല്ലേ. പുറത്തെ തണുപ്പ് ഉള്ളിലും AC ആയതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു ആശ്വാസം ഉണ്ടെന്നേലും. എന്നാലും നല്ല തണുപ്പുണ്ടല്ലോ. അതെ 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 അതെ. ഒന്നും വിസിബിൾ അല്ല. ബൈദോ ചായ 2 ചായ തന്നെ വാങ്ങിക്കാം. ഒരു ചായ എനിക്ക്, അതുപോലെ തന്നെ ഒരു ചായ നവിക്കും. അത്രയാണ് ചായക്കാവ്. ഈ ചൂട് ചായ കുടിക്കാതെ ഈ ഒരു തണുപ്പുള്ള ടൈമിൽ യാത്ര ചെയ്യാനേ പറ്റൂല. അത് ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾ കുടിച്ചോ. പുറത്തെ വിഷ്വൽ കണ്ട. ഇവിടെ ഈ ഒരു ഭാഗത്തിൽ, ഈ ഹരിയാന ഭാഗത്തിലെ കൂടുതൽ തണുപ്പ് വരാൻ മെയിൻ റീസൺ എന്നാണ് ഇവിടെ നല്ല രീതിയിൽ കൃഷിയുണ്ട്. ഈ കൃഷിയുള്ള സ്ഥലത്തെ തണുപ്പ് എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിലായിട്ടുണ്ടാവും അല്ലേ? തണുപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരെ ചായ ഇല്ലേ, നമ്മുടെ അവിടുന്ന് കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. ഇത് മസാല ടൈപ്പ് ചായയാണ്. ഒരു മസാല ഉണ്ട് ഇതില്.
അതുപോലെ ഇതിൽ പാൻട്രി ഉണ്ട് നാവേ. എന്നാൽ രാത്രിയൊക്കെ 10, 11, 12 മണിക്കൊക്കെ വെജ് ബിരിയാണി ആയാലും എല്ലാം പോകുന്നുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി വിട്ടു. ഇന്നലെ രാത്രി കയറിയിട്ട് നമ്മള് ഉദംപൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായാലും വെജ് ബിരിയാണി ആയാലും വെജ് ഗാനി ആയാലും സാൻഡ്വിച്ച് എല്ലാം ഇതിലോട്ട് പോകുന്നുണ്ട്. വെള്ളം ജ്യൂസ് അടക്കം പോകുന്നുണ്ട്. പാൻട്രി ഉണ്ട്. ഇപ്പൊ രാവിലെ ചായക്ക് പുറമെ ഇപ്പൊ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വേണ്ടി ആദ്യം സ്ലോ ആയി കണ്ടോ. ഇതാണ് ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഫോഗ് കാരണം സിഗ്നൽ കാണൂല, അതെല്ലാം കൊണ്ടായിരിക്കാം. ഇവിടെ മൊത്തം കൃഷിയാണ്. ആ ഒരു ഭാഗം മൊത്തം കോട കയറിയിട്ടാണുള്ളത്. എല്ലാം ഗോതമ്പായാലും പല പല കൃഷി ഉണ്ടാവും. ഹരിയാന, പഞ്ചാബൊക്കെ കൃഷിയിൽ നമ്പർ 1 ആണ്. ട്രെയിൻ ഇപ്പോൾ പോകുന്ന സ്പീഡ് കണ്ട 130 തന്നെയാണ്. ഈ ഒരു റൂട്ടും ഇത്ര 130 ഒക്കെ പോകാൻ പറ്റുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ്. ഇവിടെ പോകുന്ന എല്ലാ ട്രെയിനും ഈ ഒരു സ്പീഡ് തന്നെയാണ് പോവുക. നമ്മളെ വണ്ടി ഒട്ടും പുറകിലല്ല, നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. പക്ഷേ സിഗ്നൽ കിട്ടിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം എന്തായാലും ഒരു 10 മിനിറ്റായിട്ട് ഈ ഒരു 130 തന്നെയാണ് പോകുന്നത്. ഇവിടെ വലിയ മരങ്ങൾ കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറത്ത് മൊത്തം കൃഷിയാണ്. ഗോതമ്പായിട്ടുമാണ് അവിടെ മൊത്തത്തിലായിട്ടുള്ളത്. ഒന്നും വിസിബിൾ ആവുന്നില്ല എന്നുള്ളതാണ് മെയിൻ. സമയം ഇപ്പോൾ 8:22 ഇത് കർണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്കൂടെ വണ്ടി പോകുന്നത് 125 km/h. ആ ഒരു ഭാഗമൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. സ്റ്റേഷൻ കഴിഞ്ഞ് 127. ഇപ്പം അരമണിക്കൂറായി ഇതേ സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകുന്നത്. പെട്ടെന്ന് എത്തും. അതുകൊണ്ട് ഇങ്ങനെ സ്പീഡ് പോയാലേ. ട്രെയിൻ ഇപ്പം സ്പീഡ് കുറച്ചിട്ടാണ് ഉള്ളത്. ഇതുണ്ടോ, ഇവിടെയൊക്കെ കൃഷിയാണ്. ഇതുള്ള ഭാഗത്താണ് കൂടുതലും കോട ഇങ്ങനെ കയറി നിൽക്കുന്നത്. കണ്ടോ, ഇതൊരു പച്ചപ്പല്ലേ. പാനിപ്പത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തി. പാനിപ്പത്ത് ഇവിടെ ഇപ്പൊ ഒരു വണ്ടി വരും. ന്യൂഡൽഹി അമൃത്സർ സ്വർണ്ണ ശതാബ്ദി എക്സ്പ്രസ്. ശതാബ്ദി എക്സ്പ്രസ് വണ്ടി വീണ്ടും സ്ലോ ആയി. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാരെ സമ്മതിക്കണം അല്ലേ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു റൂട്ടിൽ മൊത്തം ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഓടിക്കുന്ന ഒരു ലോക്കോ പൈലറ്റുമാരെ സമ്മതിക്കണം. വണ്ടി റീഷെഡ്യൂൾ ചെയ്യാനും ക്യാൻസലൊക്കെ ചെയ്യാൻ മെയിൻ റീസൺ ഇതാണ്. ബാക്കി ട്രാക്ക് പണി കാരണം ചില വണ്ടികളൊക്കെ ക്യാൻസൽ ഉണ്ടാവാം. അതെ, നമ്മുടെ നാട്ടിലേക്ക് ദൂരമായിട്ട് ഒരുപാട് ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യാനും റീഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ ലേറ്റ് ആവാനൊക്കെ കാരണം ഈ ഒരു മൂടൽമഞ്ഞ് തന്നെയാണ്. എന്റെ പൊന്നോ, ഇത് നോക്കിയേ, എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുന്നുണ്ടാ? ഇപ്പൊ സ്പീഡ് കുറച്ചിട്ടാ പോകുന്നത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ലോക്കോ പൈലറ്റിനും ഓടിക്കാൻ പറ്റില്ല, സിഗ്നലും കാണൂല. ഇപ്പൊ വണ്ടി സോനിപത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കിയേ, ഇവിടെ നിന്ന് ഒന്നും വ്യക്തമാവുന്നില്ല. ഇപ്പൊ ഒരു ട്രെയിൻ വരും അജ്മീറിന് ജമ്മു താവിയിലേക്കുള്ള പൂജ എക്സ്പ്രസ്. 11.5 മണിക്കൂർ ഡിലേ ആണ് വണ്ടി.
ഫോഗ് കാരണം 11.5 മണിക്കൂർ ഡിലേ ആയിട്ട് ഓടുന്ന വണ്ടിയാണ് ആ പോയത്. ഇത് മാത്രമല്ല, ഈ റൂട്ടിലുള്ള മിക്ക വണ്ടികൾ ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. ഇപ്പൊ സെയിം അവസ്ഥ. ഈ ഒരു ഭാഗത്തെല്ലാം കനത്ത മൂടൽമഞ്ഞല്ലേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതായത് ഇപ്പൊ ഇതിലെ കൂടെ ഒരു വണ്ടി പോകേണ്ടതാണ്. നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് രാവിലെ 7:40 പുറപ്പെടുന്ന കാൽക്ക ശതാബ്ദി. ആ വണ്ടി ഇപ്പം രാവിലെ 10 മണിക്ക് മാത്രമേ ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുള്ളൂ. അതായത് 2.5-3 മണിക്കൂർ ഡിലേ ആയിട്ട്. അത് കാൽക്കൽ എത്തുന്നത് രാവിലെ 11:40 നമ്മൾ ഷിംലയിലേക്ക് പോകുന്ന ടോയ് ട്രെയിനൊക്കെ എന്നൊരു കണക്ഷൻ വണ്ടി. അതിന് 1:30-1:45 2 മണിയോട് കൂടി മാത്രമേ കാൽക്കൽ എത്തുള്ളൂ. മിക്കവാറും ടോയ് ട്രെയിൻ മിക്കവാറും ആ ഒരു ശതാബ്ദിന്റെ കണക്ഷനായിട്ട് തന്നെ ആ സമയത്ത് പുറപ്പെടുള്ളായിരിക്കും. പക്ഷെ പറഞ്ഞു വന്നതല്ല, ശതാബ്ദി പോലും ഡിലേ ആവുന്നു. കാരണം അത് നമുക്ക് റെയിൽവേനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയാണ്. P5 അതായത് WP5 ആണത്. അതിലൂടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്താനായി. നല്ല രസമല്ലേ ഇത് കാണാൻ. അതവിടെ നിന്ന് ഇവിടെ ഇതാ വേറൊരു ട്രെയിൻ. ഇതിപ്പോ ബത്തിൻ്റെ ഗോരഖ്പൂരിലേക്ക് പോവുക. ഗോരഖ്ധാം സൂപ്പർ ഫാസ്റ്റ്. രണ്ടും പാലറാണ്. ഈ ഗോരഖ്ധാം എക്സ്പ്രസ് ഇല്ലേ, ഇന്നലെ രാത്രി ഇതുവഴി കടന്നു പോകേണ്ട വണ്ടിയാണ്. ഇത് എത്ര മണിക്കൂറാണ് ഡിലേ ഉള്ളത്? 13 മണിക്കൂർ. 13 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് ഡിലേ ഉണ്ട്. ഫോഗ് തന്നെയാണ്. അത് പോയി. ഈ കാണുന്നതില്ലേ, ഇത് ട്രെയിൻ വാഷ് ചെയ്യുന്ന സ്ഥലമാണിത്. കോച്ച് നേരെ ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് പോകും. അവിടുന്ന് അതൊക്കെ ആണാവും. നല്ല രീതിയിൽ വാഷ് ചെയ്യും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററാണുള്ളത്. സ്റ്റേഷൻ അങ്ങ് കാണാം. ജമ്മു കാശ്മീരിലെ ശ്രീമാത വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 654 കിലോമീറ്റർ യാത്ര ചെയ്ത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9:45 എത്തേണ്ട ട്രെയിൻ എത്തിയതിപ്പോൾ 10:40. 1 മണിക്കൂറിൻ്റെ അടുത്ത് വണ്ടി ഡിലേ ആണ്. ഇവിടെ ഇതാ ന്യൂഡൽഹി എന്നുള്ള നെയിം ബോർഡ്. ഇവിടെ ഉണ്ട് നെയിം ബോർഡ്, നൈ ദില്ലി. ഇവിടെ എല്ലാ പ്ലാറ്റ്ഫോം വരുന്ന ആ സൈഡിലാണ്. നൈ ദില്ലി, ന്യൂഡൽഹി. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നത്. നല്ല പോർട്ടർമാരാ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്ന ശ്രീശക്തി എക്സ്പ്രസ് എത്തി. ഇനിയിപ്പം നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇവിടെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി നേരെ കയറി പോവാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അവിടത്തേക്ക് പോവാം. പഹഡ്ഗഞ്ച് ഭാഗത്താണ് റൂം എടുത്തിട്ടുള്ളത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇങ്ങനെയാണ്. ഒരുപാട് ടാക്സി ഓട്ടോക്കാരൊക്കെ ആ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് പോകേണ്ടത് പഹഡ്ഗഞ്ച് ഭാഗമുള്ളത് ഈ ഒരു ഭാഗത്തോട്ടാണ്. ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പുറം ഭാഗത്തൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. ഇവിടെ നിന്നും ഭക്ഷണമൊന്നും ശരിക്കും പറഞ്ഞാൽ കഴിക്കാനേ പാടില്ല. കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ നിന്നേ കഴിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ടതാ. നമുക്ക് നേരെ ആ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇതാണ് പഹഡ്ഗഞ്ച് ഭാഗം. ഈ ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓഫ്ലൈൻ വഴി ഇവിടെ വന്നിട്ടും റൂംസൊക്കെ എടുക്കാം. നല്ല അടിപൊളി ഡിലക്സ് റൂംസൊക്കെ ഉണ്ടാവും. ഏത് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നാൽ എപ്പം താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നേരെ അവിടത്തേക്ക് തന്നെ ഡയറക്റ്റ് പോവാം. ഡൽഹി പഹഡ്ഗഞ്ച് ഭാഗത്ത് ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. ഞങ്ങൾ 4-ാം തവണയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നത്. കാരണം ഇപ്പോൾ താമസിക്കുമ്പോൾ ഓരോരോ സ്ഥലത്താണ്. ഇത്തവണ ഏറ്റവും മേലെയുള്ള ഒരു 3rd ഫ്ലോറിലാണ് കിട്ടിയത്. ഈ ഒരു റൂം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് മുന്നേക്കെ കിട്ടിയത് 1st ഫ്ലോറിൽ തന്നെയാണ്. അത് കിട്ടില്ല റൂമായിരുന്നു. ഇത് നോൺ AC ആണ് കേട്ടോ. 700 രൂപക്കാണ് നമുക്ക് ഓൺലൈൻ വഴിയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഡൽഹിയിലത്തെ ഒരു മെയിനായിട്ട് ഒരു സ്പോട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതായിരിക്കും അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കട്രയിൽ തുടങ്ങിയ യാത്ര ഇവിടെ ഡൽഹി എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസിനോട് ബൈ ബൈ.